CMPയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മനോജും നേരത്തെ വിജേഷനും ഷാജിയൊക്കെ സൂചിപ്പിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന അങ്ങനെയുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം നാണം കെട്ട് നാറിയിട്ടേ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോവുള്ളൂ. വേണമെങ്കിൽ പോകുന്ന പോക്കിൽ സെക്രട്ടേറിയറ്റ് ചിലപ്പോൾ പണയം വെച്ചു എന്ന് വരും. കാരണം ഇനി പണയം വയ്ക്കാൻ ഒന്നും ബാക്കിയില്ല. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഈ RSSനെയും BJPയെയും പകൽ എതിർക്കുകയും രാത്രി ചങ്ങാത്തം കൂടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഏതാണ്ട് പകലും ചങ്ങാത്തം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു പത്രത്തിലെ വാർത്ത ഈ 2023 മെയ്യിലെ മാത്രമല്ല 2024 ആഗസ്റ്റ് മാസത്തിൽ, അതായത് 1.5 മാസം മുമ്പും അജിത് കുമാർ RSS നേതാക്കളെ കാണുന്ന പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം കണ്ടത് വത്സൻ തില്ലങ്കേരിനെയാണ്. അതായത് ദത്താത്രേയ ഒസബോള മുതൽ ഇവിടെ വത്സൻ തില്ലങ്കേരിയെ വരെ കണ്ടുവെങ്കിൽ അവിടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനം എന്നല്ലേ. ഒസബോളേനെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രാംമാധവനെ കോളത്ത് വെച്ച് കണ്ടു. ഇപ്പോഴാണ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് കഴിഞ്ഞ മാസം, ഒക്ടോബർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആഗസ്റ്റ് മാസത്തിൽ അജിത് കുമാറിനെയും കണ്ടു എന്നാണ് പറയുന്നത്. വീട് നമ്മൾ എന്താ സംഭാഷണം, എന്താ ജൂലൈയിൽ പെയ്യേണ്ട മഴ ആഗസ്റ്റിൽ പെയ്യുന്നതിനെ കുറിച്ചായിരുന്നോ കഴിഞ്ഞ ആഗസ്റ്റിലെ ചർച്ച? അപ്പോ എനിക്ക് അത്ഭുതം, ഈ നൂറ്റാണ്ടിലല്ലേ ഈ മുഖ്യമന്ത്രി ജീവിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന എല്ലാ നുണകളും അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നതാണോ മുഖ്യമന്ത്രി കരുതുന്നത്? ഇവിടെ പറഞ്ഞു PR ഏജൻസിയെ കുറിച്ച്. ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ PR ഏജൻസി ആയിട്ടുള്ള കൈസൻ അല്ലേ, കൈസൻ കമ്പനി. ഈ കൈസൻ കമ്പനി മഹാരാഷ്ട്രയില് ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെയും BJPയും ചേർന്ന NDA മുന്നണിക്ക് വേണ്ടി PR വർക്ക് നടത്തുന്നവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ PR വർക്ക് ഏറ്റെടുത്ത കൈസൻ കമ്പനിയിലെ അംഗമായിട്ട് അന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യൻ, അദ്ദേഹം പഴയ MLA ദേവകുമാറിന്റെ മകനാണെന്നാണ് പറയുന്നത്. ഇനി അതിൽ മുഖ്യമന്ത്രിക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ഇയാളെ മുമ്പ് SFIയുടെ പ്രവർത്തകനായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടെ ഇരുന്നിട്ടാണ് മുഖ്യമന്ത്രി ഹിന്ദു എന്ന പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത്. ഇപ്പോ സഖാക്കൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ നടത്താൻ PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നാണ്. അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്, ആവശ്യമുണ്ടോ? അത് എന്തുകൊണ്ടാണ് പിന്നെ PR ഏജൻസിനെ ആശ്രയിച്ചു? ഈ PR ഏജൻസി BJPക്ക് വേണ്ടി മഹാരാഷ്ട്രയിലെ PR വർക്ക് നടത്തുന്ന കമ്പനിയാണോ? അങ്ങനെ കമ്പനിയാണെങ്കിൽ ഈ PR ഏജൻസിയുടെ അവർക്ക് ആരാണ് ഇതിന്റെ കാശ് കൊടുത്ത ആരാ? ഈ PR ഏജൻസി ഫ്രീ ആയിട്ട് സർവീസ് അല്ലല്ലോ, കാശ് കൊടുക്കണ്ടേ? ആരാ കൊടുത്തത്? സംസ്ഥാന സർക്കാരാണോ CPM ആണോ? ദുരൂഹതകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇന്ന് മുഖ്യമന്ത്രി അറിയാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, കാര്യം ഉറപ്പാണ്. ഒരു ഭാഗത്ത് PR ഏജൻസി, മറുഭാഗത്ത് അമീർ ഉയർത്തിയ ആരോപണങ്ങൾ എന്താ? സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ. ഇത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ആ ശിവശങ്കർ എത്ര മാസം ജയിലിൽ കിടന്നു? ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് കേജ്രിവാളിന് 5 മാസം ജയിലിലിട്ട എൻഫോഴ്സ്മെന്റ് ഇവിടെ എത്തുമ്പോ മാത്രം എന്താണ് ഈ ശിവശങ്കറിനെ മാത്രമാക്കിയത്? സാധാരണ രീതിയില് ഈ കുരുതി കൊടുക്കുമ്പോ മനുഷ്യന് വരെ മൃഗങ്ങളെ പകരം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അത്ര പണ്ട് കാലത്ത്. അപ്പൊ
അപ്പോൾ ഡൽഹിയിലെ മനുഷ്യനെ തന്നെ കുരുതി കൊടുത്തു കേജ്രിവാളിനെ. ഇവിടെ എത്തിയപ്പോൾ മനുഷ്യന് പകരം മൃഗത്തിന്റെ സ്ഥാനത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിനെ കുരുതി കൊടുത്തു. ഒപ്പം തന്നെ അന്തർകാലവൃത്താണ്. ഇപ്പൊ അതിന് പ്രത്യേകത ഉണ്ടല്ലോ, കുറെ കഴിവടക്ക് കാര്യങ്ങളും കേൾക്കാറുണ്ടോ? അപ്പൊ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. എന്തിനാണ് ഈ ത്രികോണ മത്സരം? എന്തിനാ? ഒരു നേരിട്ടുള്ള മത്സരമാകാലോ. ആ BJPയും കൂടെ കരാശി വയ്ക്കിയ പോരെ. എന്നാ പിന്നെ രാത്രി തലയിൽ മുണ്ടിട്ട് കയറുണ്ടല്ലോ, പരസ്യവാദമായിക്കോട്ടെ. എന്തിനാ രാത്രി മുണ്ടിട്ട് കയറുന്ന ഏർപ്പാട്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെയൊക്കെ പിണറായി ഉണ്ട്. അതായത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ രണ്ട് കവചകുണ്ടലങ്ങളാണല്ലോ ശശിയും അജിത് കുമാറും. ഈ കവചകുണ്ടലങ്ങളിൽ സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് പ്രവൃത്തി ആർക്കും ചെയ്യാം. വേണമെങ്കിൽ സിദ്ദീഖിന്റെ പോലെ വിരുദ്ധ ആഹാരവും കഴിക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച, മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു പ്രതി, ബലാത്സംഗ കേസിലെ പ്രതി, നടനോ മറ്റോ എന്തായിക്കോട്ടെ, ആ പ്രതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാവുന്നത് വരെ ആ മനുഷ്യനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുക കേരളം? അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് അന്വർ ഉയർത്തിയ ആരോപണങ്ങൾ. ഇപ്പൊ അൻവർ എന്ന വ്യക്തിയല്ല, അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോ ഭരണകക്ഷി MLA ഇപ്പൊ പുറത്താക്കി കാണും, പക്ഷെ ഉന്നയിക്കുമ്പോഴോ ഭരണകക്ഷി MLA ആണ്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്നില്ല? ഇന്ന് ഞാനൊരു വാർത്ത കണ്ടത്, ക്യാബിനറ്റിൽ പൂരം കലക്കിയതിനെ കുറിച്ച് തുടരന്വേഷണം എന്ന് പറഞ്ഞു. എന്തന്വേഷണം? പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണമാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അത് കുറഞ്ഞ ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരാവില്ല, UDF തൃപ്തരാവില്ല. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സമരങ്ങൾ പിൻവലിക്കുന്ന പ്രശ്നവുമില്ല. ജുഡീഷ്യൽ അന്വേഷണമാണോ? ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അതുണ്ടോ? അല്ലാണ്ട് CPI പോലെ പഞ്ചവിഷം അടക്കിയാക്കാൻ ഞങ്ങളൊന്നും കിട്ടില്ല. ഇതിപ്പോ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുക. എന്തായാലും അടുത്ത ആഴ്ച ഈ 2 ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കും മിക്കവാറും. ആ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് വയനാടുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയത്, സംസ്ഥാന സർക്കാർ വയനാട് ഇലക്ഷൻ മാറ്റിവെക്കണം എന്ന് പറഞ്ഞൊരു സന്ദേശം കൊടുത്തതിന്റെ വാർത്തയുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ അതിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യം പാലക്കാടും ചേലക്കരയിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ കേന്ദ്രത്തിന് ആവശ്യം എന്താ? കഴിയുന്ന പ്രിയങ്ക ഗാന്ധിയോട് എത്താൻ കഴിയണം. എന്തായാലും ജയിക്കുന്നവർക്കറിയാം, അവിടെ എത്താൻ കഴിയുന്ന ലേറ്റാക്കണം. പിണറായിക്ക് ആവശ്യം എന്താ? ചേലക്കരയും പാലക്കാടും കഴിഞ്ഞു കിട്ടണം. ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്ന കാര്യം ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഒരു രാജ്യസഭാംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. മാത്രമല്ല, മിക്കവാറും പിണറായി വിജയനായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന്, എനിക്ക് പിണറായി രാജിവെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗോവിന്ദമാഷി ആരെ വേണമെങ്കിൽ അയക്കുമോ, തൽക്കാലം അങ്ങനെ കൊലം കൂടിയല്ലേ ഉള്ളൂ, ഇനി ജന്മം കയറാൻ പോകുന്നില്ല. ഏതായാലും പിണറായി പണിക്ക് പറ്റിയ ആളല്ല. പണ്ടൊരു ചൊല്ലുണ്ട്, ബാധ കഴിയുമ്പോ തെങ്ങിന്റെ മണ്ടയും കൊണ്ടേ പോകുന്നു. പിണറായി സ്ഥാനം കഴിയുമ്പോ ഈ പാർട്ടിനെയും കൊണ്ടേ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കുമില്ല. ഏതായാലും അതിശക്തമായ സമരങ്ങൾ ഒരു UDF മുന്നോട്ട് പോവാണ്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇവിടെ CMPയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. 8-ാം തീയതി UDF-ന്റെ അതിശക്തമായിട്ടുള്ള സമരം ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കാൻ പോവാണ്. അതിനു മുമ്പ് രാജിവെക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ CMPയുടെ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.